എൻ്റെ ഇടവേൽ വീട് വെഞ്ചിരിപ്പ് നടക്കുകയാണ്. ഇപ്പോൾ 32 യൂണിറ്റ് കഴിഞ്ഞു. ഏകദേശം 800 വീടുകൾ കംപ്ലീറ്റ് ചെയ്തു. ചില വീടുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇറങ്ങിപ്പോരാൻ തോന്നും. കാരണം അവിടെ അമ്മ ഉണ്ടാവില്ല, അവിടെ ഒരു സ്ത്രീയുടെ പ്രസൻസ് ഉണ്ടാവില്ല. നമ്മൾ കയറി ചെല്ലുമ്പോൾ അവർ പറയുന്നതും വേണ്ട ഇവിടെ സ്ത്രീകളില്ല എന്ന്. ആ വീടിൻ്റെ പാത്തറ്റിക് സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ സ്ത്രീകളില്ല എന്ന്. അത്ര ഭീകരമാണ് സ്ത്രീകളുടെ ആബ്സെൻസ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നു ഈശോ ഒരു സോളോ ട്രിപ്പ് നടത്തിയ ആളല്ല. ഈശോയുടെ കൂടെ ഫുൾ ടൈം ആൾക്കാരുണ്ടായിരുന്നു. 12 ശിഷ്യന്മാരെ കുറിച്ച് എപ്പോഴും പറയുന്നുണ്ടല്ലോ. പക്ഷെ ലൂക്ക മാത്രമാണ് ഈശോയുടെ കൂടെ സ്ത്രീകളുണ്ടായിരുന്നു എന്ന് പറയാം. 3 പേരുടെ പേരെന്ന് പറയുന്നുണ്ട്, കൂടാതെ പല സ്ത്രീകളുണ്ടായിരുന്നു പറയുന്നുണ്ട്. ഈശോയുടെ ഗ്രൂപ്പിനെ, ഈശോയുടെ യാത്രയെ കൂടുതൽ തരളിതമാക്കി മാറ്റിയത് ഈ സ്ത്രീയുടെ പ്രസൻസാണ്. ഞാൻ നല്ല സ്വകാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, കുഞ്ഞുനാളിൽ വളർന്നു വന്നപ്പോൾ ഞാനിങ്ങനെ സ്ത്രീകളുടെ അകലം പാലിച്ച ആളാന്ന് പറഞ്ഞു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നെൻ്റെ ലൈഫിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ സ്ട്രോങ് ആണ്. എൻ്റെ പല തിക്ക് ഫ്രണ്ട്സും ക്ലോസ് ഫ്രണ്ട്സും ഞാൻ മറയില്ലാതെ സംസാരിക്കുന്ന പലരും സ്ത്രീകൾ തന്നെയാണ്. കാരണം അവരുടെ പ്രസൻസ് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ കുറേയും കൂടി തരളിതമായത് ഈ സ്ത്രീകളുടെ പ്രസൻസ് കൊണ്ട് തന്നെയാണ്. ഒരു സ്ത്രീ എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു സ്ത്രീയുടെ ഉള്ളിലാണ് ഞാനെന്ന് എനിക്കറിയാം. പല സ്ത്രീകളുടെ ഉള്ളിലാണ് ഞാനെന്ന് എനിക്കറിയാം. കാരണം അത്രമേൽ വ്യാപ്തിയുണ്ട് അവരുടെ കരുതലിന്. ഈ ഭൂമിയിൽ ഓരോ കുഞ്ഞും 10 മാസം ഒരു സ്ത്രീയുടെ ഉള്ളിലല്ലേ, പിന്നീടല്ലേ പുറത്തേക്ക് വരുന്നത്. പിന്നീട് അതിൻ്റെ എക്സ്റ്റൻഷനാണല്ലോ, തുടർച്ചയാണല്ലോ. ഞാനിന്ന് നന്ദി പറയാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും ആദ്യം കണ്ടുമുട്ടിയ സ്ത്രീ എൻ്റെ അമ്മയടക്കം ഇന്നെൻ്റെ മിനിസ്ട്രിയിൽ എനിക്ക് കരുത്ത് പകരുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ സഹായിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നന്ദി.